ഹലോ കൂട്ടുകാരെ, മഴത്തോര് മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. സ്റ്റാൻലിയുടെ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയതോടെ അലീനയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരാൻ തുടങ്ങി കേട്ടോ. ഇത്രയും കാലം താൻ ആരോരുമില്ലാത്തവളായും ഒരു വേലക്കാരിയുമായിട്ടാണ് ജീവിച്ചതെന്നെങ്കിലും ഇപ്പോൾ തനിക്കൊരു പപ്പയുണ്ടെന്നും താൻ ഈ വീട്ടിലെ മകളാണെന്നുമുള്ള ബോധ്യം അലീനയ്ക്ക് വന്നു തുടങ്ങി. അതുകൊണ്ടൊക്കെ തന്നെയാണ് അടുക്കളയിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ അലീന പൗലോസിനെതിരെ തട്ടിക്കയറിയതും അയാളെ ചോദ്യം ചെയ്തതും. തൻ്റെ പപ്പയുടെ പൈസയാണല്ലോ അവർ ദൂർത്തടിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അലീന അങ്ങനെ ചെയ്തത്. പൗലോസ് ആണെങ്കിൽ അലീന ആരാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻലിയോട് ചെന്ന് പരാതി പറയുന്നുണ്ട്. സ്റ്റാൻലിയെ എരികേറ്റുന്നതിന് വേണ്ടി അലീന പറയാത്ത ചില കാര്യങ്ങൾ കൂടി പൊടിപ്പും തൊങ്ങലും വെച്ച് പൗലോസേട്ടൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് ചെറിയ നാണക്കേടൊക്കെ തോന്നി. താൻ ഇത്രയധികം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും അവൾ എന്തിനാ അടുക്കളയിൽ കയറി ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഈ വേലക്കാരുമായി വഴക്കിടുന്നതെന്നായിരുന്നു സ്റ്റാൻലിയുടെ ചിന്ത. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന സമയം സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീന എന്ന് അടുക്കളയിൽ കയറി പൗലോസിനോട് വഴക്കുണ്ടാക്കിയോ? അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല പപ്പ. ആഹാര സാധനങ്ങൾ വെറുതെ പാഴാക്കി കളയരുതെന്ന് ഞാൻ പൗലോസേട്ടനോട് പറഞ്ഞു. നീ എന്തിനാ ആവശ്യമില്ലാതെ ഈ വേലക്കാരൊക്കെയായി തർക്കത്തിനും കുസ്തിക്കൊക്കെ പോകുന്നേ? അതൊക്കെ നാണക്കേടല്ലേ? നമുക്കൊരു അന്തസ്സില്ലേ മോളെ? അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, നീ ആ ഭാഗത്തേക്ക് നോക്കാനേ പോകണ്ട. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചെറുതായിട്ടൊന്ന് വിഷമമായി. വെറുതെ ആഹാര സാധനങ്ങൾ പാഴാക്കി കളയുന്നത് കണ്ടിട്ടാ പപ്പ ഞാൻ, അല്ലാതെ എനിക്ക് അവരോട് എന്താ ദേഷ്യം? ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ആ കൊള്ളാം, നീ അതിനകത്തൊന്നും തലയിടാൻ പോകണ്ട. ഇത് കേട്ട് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഞാനും ഇതവളോട് പറഞ്ഞതാ ലാലിച്ച. തരത്തിനൊത്തവരായിട്ടാണെങ്കിൽ നമുക്ക് തർക്കിക്കുന്നതിൽ ഒരു രസമുണ്ട്. ഇത് ചുമ്മാ അടുക്കളക്കാരോട് നമ്മുടെ വിലയല്ലേ പോകുന്നേ. ഇത് കേട്ട് അലീന തിരിച്ചൊന്നും പറയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. സ്റ്റാൻലി പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. പൗലോസ് ആണെങ്കിൽ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്കത് ഭയങ്കര സന്തോഷമായി. അലീന അന്നേ ദിവസം അടുക്കള ഭാഗത്തേക്ക് പോയതേയില്ല. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അവൾ അടുക്കളയിലെത്തി. മാർക്കറ്റിൽ പോയിരുന്ന ആൻ്റപ്പനും ബൈജുവും ആ സമയം കൊണ്ട് തിരിച്ചെത്തിയിരുന്നു. ചിക്കനും മീനും എല്ലാം അവർ സ്ലാബിൽ എടുത്തു വെച്ചു. തുടർന്ന് അലീന നിൽക്കുന്നത് കണ്ട് അവളെ കളിയാക്കുന്ന രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ, മീൻ വെട്ടുമ്പോൾ സൂക്ഷിക്കണേ. ഇത് കേട്ട് പൗലോസേട്ടൻ പറയുന്നുണ്ട്, അതത്രയുള്ളൂ ബൈജു, ഞാനൊരു സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ വെട്ടുമ്പോൾ അളന്ന് മുറിച്ച് വെട്ടാൻ. തലയും വാലൊന്നും പോവരുതല്ലോ. സൂപ്പ് വെച്ച് കുറച്ച് അനാഥ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാ. ഈ സമയത്ത് അലീന ഒന്നും മിണ്ടാതെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ നടക്കുക. നെയ്മീനാണ് വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നത്. 3-3.5 കിലോ വരും. അലീനയെ കാണിക്കാൻ വേണ്ടി തന്നെ പൗലോസിന് അപ്പം തന്നെ മീനെടുത്ത് വെട്ടണമെന്നൊരു പൂതി. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി കഴിഞ്ഞിട്ടാണ് ഇത്തരം പണിയിലേക്ക് കിടക്കാറ്. പക്ഷേ അലീന അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ മീൻ വെട്ടണമെന്ന് കരുതി പൗലോസേട്ടൻ മീനെടുത്ത് സ്ലാബിൽ വെക്കുന്നുണ്ട്. അലീന കാണത്തക്ക വിധത്തിൽ മീനിന്റെ വാലിൽ ഒരൊറ്റ വെട്ട്. വാലിന്റെ കൂടെ കുറെ മാംസഭാഗങ്ങളും പോന്നു. തുടർന്ന് തലഭാഗത്ത് ഒരൊറ്റ വെട്ട്. മീനിന്റെ ഏകദേശം 3/4 കിലോളം ഭാഗം തലയോടൊപ്പം പോന്നു. അലീന കാണുകെ പൗലോസ് ആ വാലും തലയെടുത്ത് വേസ്റ്റ് ഇടുന്ന ബക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടു. ബൈജുവിനും രാജപ്പനും ആ പരിപാടി നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ബൈജു ചോദിക്കുക, തലയും വാലും അത്രയ്ക്ക് അങ്ങോട്ട് കളയണമായിരുന്നോ പൗലോസേട്ടാ? അതും സെന്റിമീറ്റർ വെച്ച് അളന്ന് നോക്കുന്നവർ നോക്കി നിൽക്കുമ്പോൾ. ഇത് കേട്ട് പൗലോസേട്ടൻ പറയുന്നുണ്ട്, ഓ, ഇതുകൊണ്ടൊക്കെ എൻ്റെ പണി പോവാണെങ്കിൽ അങ്ങ് പോട്ടടാ ബൈജു. തുടർന്ന് ആ മീൻ അവിടെ ഇട്ടിട്ട് അയാൾ ആദ്യം ചെയ്ത ജോലിയിലേക്ക് മടങ്ങി. അലീന തൻ്റെ ഇരു കൈകളും മാറിൽ പിണച്ചു കെട്ടി. അതെന്തിൻ്റെ അടയാളമാണെന്ന് അറിയാവുന്നത് 2 പേർക്ക് മാത്രമായിരുന്നു. അതിലൊരാൾ മരിച്ചുപോയി, ബ്രിജിത്ത മമ്മി. രണ്ടാമത്തെ ആൾ രേവതിക്കുട്ടി. അലീന വളരെ ശാന്ത സ്വരത്തിൽ വിളിച്ചു, പൗലോസേട്ടാ, ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട മീൻ എടുത്തോണ്ട് വന്ന് ഈ സ്ലാബിലോട്ട് വെച്ചേ. പൗലോസ് കേൾക്കാത്ത മട്ടിൽ നിന്നു. ഞാൻ പൗലോസേട്ടനോട് തന്നെയാണ് പറഞ്ഞത് ആ മീൻ എടുത്തോണ്ട് വന്ന് സ്ലാബിൽ വെക്കാൻ. അലീനയുടെ സ്വരം കനക്കാൻ തുടങ്ങി. ഇത് കേട്ട് പൗലോസ് പറഞ്ഞു, അയ്യോ, എനിക്കതിനുള്ള നേരല്ല കുഞ്ഞെ, ഇവിടെ പിടിപ്പത് പണിയുണ്ട്. പൗലോസിൻ്റെ ആ സംസാരത്തിൽ അല്പം പരിഹാസമുണ്ടായിരുന്നു. ഇത് കേട്ട് അലീന പറഞ്ഞു, ഓ അത് ശരി, എന്നാലേ എന്ത് പണിയാണെങ്കിലും ഇതിന് ശേഷം ചെയ്താൽ മതി. അത്രയും കേട്ടപ്പോഴേക്കും പൗലോസ് വെട്ടിത്തിരിഞ്ഞ് ഒരൊറ്റ പോക്കങ്ങ് പോയി. അലീനയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ആദ്യം ഔതക്കുട്ടിച്ചായനാണ് അങ്ങോട്ട് വന്നത്. എന്താ മോളെ, എന്ത് പറ്റി? എന്താ ഇവിടെ ഒരു വഴക്ക്? ഏയ്, ഒരു ചെറിയ കാര്യമേ ഉള്ളൂ വലിയപ്പച്ച. പക്ഷേ അലീനയുടെ മുഖഭാവം കണ്ടപ്പോൾ ആ പ്രശ്നം ചെറുതല്ലെന്ന് ഔതക്കുട്ടിച്ചായന് തോന്നി. തൊട്ടടുത്ത നിമിഷം സ്റ്റാൻലി അടുക്കളവാതിൽ കടന്നു വന്നു. പിന്നാലെ പൗലോസേട്ടനും. സ്റ്റാൻലി അലീനോട് ചോദിക്കുന്നുണ്ട്, എന്താ അലീന ഇവിടെ ഒരു വഴക്ക്? അതിന് മറുപടി പറയാതെ അലീന പൗലോസേട്ടൻ്റെ മുഖത്തോട് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ പൗലോസേട്ടനോട് എന്താ പറഞ്ഞത്? ആ ബാസ്ക്കറ്റിലിട്ട സാധനം സ്ലാബിലെടുത്ത് വെക്കാനല്ലേ? അതനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ഇനി ഈ വീട്ടിൽ ഒരു ജോലിയും പൗലോസേട്ടൻ ചെയ്യണ്ട. അത് കേട്ടുകൊണ്ട് പൗലോസ് സ്റ്റാൻലിയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സ്റ്റാൻലി ആണെങ്കിൽ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അലീനയുടെ മറ്റൊരു ഭാവം അയാൾ കാണുകയാണ്.
അവളുടെ മുഖത്ത് ഒരു തീക്കനലുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഉടനെ പൗലോസ് വീണ്ടും പറയുകയാണ്, മുതലാളി പറയട്ടെ, ഞാനത് ചെയ്യണോ വേണ്ടയോ എന്ന്. ഉടനെ അലീനയുടെ മറുപടി വന്നു, മുതലാളിയുടെ മകളാണ് പറയുന്നത്. എൻ്റെ പപ്പയുടെ പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല. അത്രയും കേട്ടപ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ ആകെ കോരി തെറിച്ചുപോയി. സ്റ്റാൻലി ആകട്ടെ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. തന്നെ പപ്പയെന്ന് വിളിക്കാൻ താൻ അവൾക്ക് സമ്മതം കൊടുത്തതാണ്. 1-2 പ്രാവശ്യം മാത്രമേ അവൾ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അതൊന്നും പരസ്യമായിട്ടായിരുന്നില്ല. ഇവിടെ അവൾ തൻ്റെ മകളാണെന്ന് പരസ്യപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പൗലോസും ബൈജുവും ആൻ്റപ്പനും രാജപ്പനും എല്ലാം അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അലീന വീണ്ടും പറയുകയാണ്, ഒന്നുകിൽ പൗലോസേട്ടൻ ഞാൻ പറഞ്ഞ അനുസരിക്കുക, അല്ലെങ്കിൽ ഇന്നത്തോടെ ഇവിടുത്തെ ജോലി മതിയാക്കിക്കോ. എൻ്റെ പപ്പയ്ക്ക് ചോറും കറിയും വെച്ചു കൊടുക്കാൻ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ പപ്പയ്ക്ക് മാത്രമല്ല, അതുപോലെ 25 പേർക്ക് വെച്ച് വിളമ്പാൻ എന്നെക്കൊണ്ട് പറ്റും. അതുകൊണ്ട് നല്ല പോലെ ആലോചിച്ചിട്ടേ പൗലോസേട്ടൻ ഒരു തീരുമാനം എടുക്കാവൂ. പിരിഞ്ഞു പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് ഓർത്തോണം. അത്രയും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോയി. സ്റ്റാൻലിയും പിന്നെ അവിടെ നിന്നില്ല. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പൗലോസേട്ടനോട് ആജ്ഞാപിക്കുകയാണ്, അവൾ പറഞ്ഞ പോലെ ചെയ്യടാ, വെറുതെ വായും പൊളിച്ച് നോക്കിയേക്കാതെ. പൗലോസാണെങ്കിൽ തലയും കുനിച്ചു പോയി ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടന്ന മീനിൻ്റെ വാലും തലയെടുത്ത് സ്ലാബിലോട്ട് വെച്ചു. ഔതക്കുട്ടിച്ചായൻ അത് കണ്ടിട്ട് പൗലോസിന് നേരെ തട്ടിക്കയറുകയാണ്. തെമ്മാടിത്തരല്ലടാ നീ കാണിച്ചത്. ഉണ്ണുന്ന ചോറിന് നന്ദിയുണ്ടോ നിനക്ക്? വെറുതെയാണോ ആ പെങ്കുച്ച് തട്ടിക്കയറിയത്? പൗലോസേട്ടന് അതിന് മറുപടിയില്ല. ഔതക്കുട്ടിച്ചായൻ എല്ലാവരും നോക്കിക്കൊണ്ട് പറയാണ്, ഇപ്പം മനസ്സിലായോടാ അവൾ ആരാണെന്ന്? എൻ്റെ ലാലിച്ചൻ്റെ മോളവള്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. എൻ്റെ മൂത്ത മകൻ ലാലിച്ചൻ്റെ മൂത്ത മകളാണവൾ, അലീന. ഓർമ്മയിൽ വെച്ചോ. ഇത് പറയുമ്പോൾ ഔതക്കുട്ടിച്ചായൻ്റെ മുഖത്ത് വല്ലാത്തൊരു അഭിമാനം ഉണ്ടായിരുന്നു. തുടർന്ന് കാണുന്നത് അലീനയുടെ മുറിയിലകത്ത് കയറാതെ വാതിക്ക് നിൽക്കുകയാണ് സ്റ്റാൻലി. അയാൾ അലീനയെ വിളിച്ചു. അലീന സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നു. സ്റ്റാൻലിയുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. സ്റ്റാൻലി ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അവരുമായി വഴക്കിന് പോകരുതെന്ന്? അത് ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ? അതെന്താ നിനക്ക് മനസ്സിലാകാതിരുന്നത്? അത് ശരിയാ പപ്പ, പക്ഷേ പപ്പ അത് വേണ്ട പോലെ നോക്കിയില്ലല്ലോ. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനത് നോക്കിക്കോളാന്ന് പറഞ്ഞത് നീ അതിൽ ഇടപെടണ്ട എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ആരും എന്നെ ധിക്കരിക്കരുത്, എനിക്കതിഷ്ടമല്ല. അതെൻ്റെ അപ്പനായാൽ പോലും. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് സങ്കടമായി. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ പപ്പ? നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നീ അനുസരണക്കേട് കാണിച്ചു. അനാവശ്യമായ കാര്യങ്ങളിൽ സ്ത്രീകൾ ഇടപെടുന്നത് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമല്ല. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, അത് അനാവശ്യമായിരുന്നോ? ഇവിടുത്തെ ജോലിക്കാരെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് പപ്പയുടെ പൈസ വെറുതെ ദൂർത്തടിക്കുകയില്ലായിരുന്നോ? ഇതിന് മറുപടിയായി സ്റ്റാൻലി പറയുന്നുണ്ട്, ഇവരെല്ലാം വർഷങ്ങളായി എൻ്റെ കൂടെയുള്ളവരാ. അവരുടെ ജോലി കൃത്യമായി തന്നെ അവർ ചെയ്യുന്നുമുണ്ട്. അല്ല പപ്പ, കൃത്യമായിട്ടല്ല അവർ ചെയ്യുന്നത്. അലീന, കേടായ പച്ചക്കറികൾ എടുത്തു കളയുന്നത് കൊണ്ടോ ഒരു മീനിൻ്റെ തല അല്പം കൂടുതൽ മുറിച്ചതുകൊണ്ടോ സ്റ്റാൻലിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലുതായിട്ട് എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലും എനിക്ക് പ്രശ്നമല്ല. ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു റുട്ടീനുണ്ട്. അതിനിടയിൽ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നീ എനിക്ക് അല്പം ലാഭം ഉണ്ടാക്കി തന്നിട്ട് എനിക്കൊന്നും നേടാനില്ല. കുളത്തിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ എന്താവാനാണ്? അലീന അതിനൊന്നും മറുപടി കൊടുത്തില്ല. സ്റ്റാൻലി തൻ്റെ സ്വരം ഒന്ന് മയപ്പെടുത്തി, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി പോവും. ഒരു നുള്ളു ഉപ്പ് കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ എരിവും പുളിയൊക്കെ പാകത്തിന് ചേർക്കാതിരുന്നാൽ മതി. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, പപ്പ, അതൊക്കെ കൃത്യമായി ചേർക്കാൻ വേണ്ടിയല്ലേ അവർക്ക് നമ്മൾ കൃത്യസമയത്ത് ശമ്പളം കൊടുക്കുന്നത്? അവരതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അലീന. നീ അതിനൊന്നും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടുക്കളക്കാര്യം നോക്കാനല്ല. നിനക്കെല്ലാ സൗകര്യങ്ങളുള്ള ഒരു മുറി ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. നിനക്കിനി എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ വാങ്ങിത്തരാം. നിനക്കിനി എവിടെയൊക്കെ പോകണം ഞാൻ കൊണ്ടുപോകാം. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഉടൻ തന്നെ പാസ്പോർട്ട് എടുപ്പിക്കണം. നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ ചുറ്റി സഞ്ചരിക്കാം. എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ വേണമെങ്കിലും ഞാൻ നിനക്ക് ഏർപ്പാടാക്കി തരാം. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് എങ്ങോട്ടും പോകണ്ട പപ്പ. ഇവിടെ നിന്ന് അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യം മാത്രം എനിക്ക് തന്നാൽ മതി. അതില്ലെങ്കിൽ പിന്നെ വേറൊന്നും പപ്പ എനിക്ക് തരണ്ട. അലീന തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് സ്റ്റാൻലി പറയുകയാണ്, അലീന, നീ ഇത്ര സില്ലി ആവരുത്. ഒരു രാജകുമാരിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഒരു രാജാവിൻ്റെ മകളെ പോലെയാണ് നീ ഇനി ജീവിക്കേണ്ടത്. അതിനിടയിൽ നീ ഈ കിച്ചണിൽ കയറി അടുക്കളക്കാരോട് പിച്ച കണക്കും പറഞ്ഞ് തർക്കിച്ച് നീ നിന്റെ വില കളഞ്ഞു കുടിക്കരുത്. അതിന് അലീനയുടെ മറുപടി, ഇവിടെ എൻ്റെ വില എന്താണെന്ന് പപ്പ ഇതുവരെ ആരോടും പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാണെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഇപ്പം ഞാൻ തന്നെ പറയേണ്ടി വന്നില്ലേ? ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നീ അത് പറയരുതായിരുന്നു. ഇതൊക്കെ എന്തിനാ ജോലിക്കാരോട് വിളിച്ച് പറയുന്നത്? അപ്പോൾ ഞാൻ പപ്പയുടെ മോളാണെന്ന് പറഞ്ഞതും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതല്ലായിരുന്നു ഇതിനുള്ള സന്ദർഭം. നീ എൻ്റെ മകളാണെന്നുള്ള കാര്യം ക്ലബിൽ ഒരു ഫംഗ്ഷൻ വെച്ച് അനൗൺസ് ചെയ്യാനിരിക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്കാണ് നീ ഇവിടുത്തെ ജോലിക്കാരോട്. ഛേ. അലീന
നിസ്സഹായതയോടെ തല താഴ്ത്തി നിന്നു. അത് കണ്ട് സ്റ്റാൻലി കുറച്ചുകൂടി സൗമ്യത്തിൽ പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ അതനുസരിക്കണം. അനുസരണയുള്ളവരാണ് ഇവിടെ നിൽക്കുന്നവരെല്ലാം. നിന്നോട് ഞാൻ പറഞ്ഞതാണ് കിച്ചണിൽ പോയി വഴക്കുണ്ടാക്കരുതെന്ന്. പക്ഷേ നീ അത് കേട്ടില്ല. അവരെന്ത് വിചാരിക്കും മോളെ? ഈ സ്റ്റാൻലി പറഞ്ഞാൽ കേൾക്കാത്തവരും ഇവിടെ ഉണ്ടെന്നല്ലേ? പൗലോസ് പരാതിയായി വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാ ഇനി നീ ഇതിൽ ഇടപെടത്തില്ലെന്ന്. നീ എന്നെ ധിക്കരിച്ചപ്പോൾ ഞാൻ അവരുടെ മുൻപിൽ ചെറുതായി പോയില്ലേ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, സോറി പപ്പ, സോറി. ആ സാരമില്ല, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. പക്ഷെ അപ്പോഴും അലീന അത് വിടാൻ പാവില്ല. പക്ഷെ പപ്പ ചെയ്യുന്നതും വലിയ തെറ്റാണ് കേട്ടോ. എന്ത് തെറ്റ്? ഇങ്ങനെ പപ്പയുടെ സ്വത്ത് നശിപ്പിക്കുന്നവരെ അനുവദിക്കുന്നത്, അതിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്തത്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊക്കെ നോക്കി പിശുക്കി ജീവിച്ചിട്ട് എന്താ കാര്യം? മരിക്കുമ്പോൾ ഞാനിത് കൊണ്ടുപോകുന്നുണ്ടോ? എല്ലാം വീട് വിട്ടിട്ട് പോകണ്ടേ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, പപ്പ ഇപ്പം പറഞ്ഞത് ശരിയാണ്, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ അടുത്ത തലമുറയ്ക്ക് കൈമാറണ്ടേ? നമ്മളല്ലേ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് തന്നെ കൈമോശം വന്നാൽ പിന്നെ അവരത് ശ്രദ്ധിക്കുമോ? എനിക്ക് ശേഷം എന്തുമായിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നത് ഭയങ്കര തെറ്റാണ്. ഇത് കേട്ട് സ്റ്റാൻലിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അലീന, ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി നിർത്തി. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്